ദോ അവിടെ കാണുന്ന ലാവ നമുക്ക് കളക്ട് ചെയ്ത് തരാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാനുള്ള സ്റ്റിക്ക് എൻ്റെ കയ്യിലില്ല. അതിന് വുഡ് കളക്ട് ചെയ്യട്ടെ. എന്നിട്ട് കുറച്ച് ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. എൻ്റെ ചെസ്റ്റിൽ കുറച്ച് കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് കുറച്ച് ടോർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 44 ടോർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ് അതിനു മുമ്പ് ഒരു കാര്യം കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, കാണിക്കാനുണ്ട്. അതില്ലേ അതെന്ന് സംബന്ധിച്ചാൽ ട്രെയിനിങ് ഹാൾ കെട്ടേണ്ട സംഭവമാണ്. അവിടെയാണ് ഞാൻ ട്രെയിനിങ് ഹാൾ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വില്ലേജറിനെ കൊണ്ട് ഇരുത്തിയാൽ മതി. അത് ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്തായിരുന്നു. ഇനി നേരെ പോയിട്ട് അതൊരു ലാവ ബക്കറ്റ് കളക്ട് ചെയ്യാം. ഗൈസ് എന്താ ഞാൻ ഇങ്ങോട്ട് കുറച്ച് ബ്രിഡ്ജ് ചെയ്ത് വന്നിട്ടുണ്ട്. അവിടെ എവിടെയോ ആയിട്ടാണ് ലാവ ഒക്കെ കാണുന്നില്ലല്ലോ ഗൈസ്. എവിടെയാണെന്ന് ലാവ നമുക്കൊരിക്കലും കൂടി അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇവിടെ വല്ല മോബ്സും ഉണ്ടാവും. ഇവിടെ ഒരു സോംബി ഉണ്ടായിരുന്നു, അവരെ രണ്ടുപേരെ കൊന്നു ഞാൻ. ആ ലാവ എവിടെയായിരുന്നു? ഇവിടെ കയറി നോക്കാം, ഇവിടെ കയറി നോക്കാം. ഓക്കെ, ഇതിൻ്റെ പൊക്കത്ത് കയറി നോക്കിയാൽ കാണും. ഓ കുറച്ച് താഴെ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ കുറച്ച് താഴെ ആയിട്ട് പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം. എന്നിട്ട് അതാ പറഞ്ഞ് തീർന്നില്ല, അതിന് മുമ്പ് ഒരു സോംബി അതാ. അയ്യോ താഴോട്ട് ചത്തു. ഇല്ല ഒരു ഷോട്ട് ടോർച്ച് വെക്കാം. ടോർച്ച് വെച്ച് മെല്ലെ മെല്ലെ പോവാം ഗൈസ്. ഇവിടെ ടോർച്ച് വെക്കാം. അതാ എല്ലാവരും ഉണ്ട്. എല്ലാ സോംബികളും ഉണ്ട് ഗൈസ്. ഇവരൊന്ന് തീർക്കട്ടെ. ഇതേപോലെ ബ്രിഡ്ജ് ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ. ഇനി അങ്ങോട്ട് അതെന്താണ് അവിടെ? ഡയമണ്ട് അല്ലേ? വേഗം അങ്ങോട്ട് പോയിട്ട് നമുക്ക് ലാവ എടുത്ത് ആ ഡയമണ്ട് എടുത്തിട്ട് വരാം. ഇവിടെ വന്നു ഇങ്ങനെ ഗൈസ്. ഇനി ലാവ എടുക്കണമെങ്കിൽ ക്രാഫ്റ്റ് ചെയ്ത് ഒരു മിനിറ്റ് ഈ ബ്ലോക്ക് പിടിച്ചാൽ ബ്ലോക്ക് പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കാം. അങ്ങോട്ട് വലിയ ലാവ ഇതന്നെ ഉണ്ട് ഗൈസ്, പൂള് തന്നെ ഉണ്ട്, ലാവ പൂള്. ഇനി നമുക്ക് അയ്യോ ലാവ ഒഴിച്ചു. ലാവ ഒഴിക്കണ്ടായിരുന്നു. ഓ തീ കത്തി എൻ്റെ ചാവാതെ നിൽക്കണേ. ഓ ഗൈസ് ഞാൻ എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത്. കയ്യിൽ ഈ പിക്കാക്സ് പിടിച്ച് നിൽക്കുക. 2 പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്ത് എന്തായാലും നന്നായി. ഇവിടെ എത്തിയപ്പോൾ ഡയമണ്ട് കണ്ടു. ഓക്കെ, 2 പിക്കാക്സ് അല്ല, ഒരു പിക്കാക്സ് പൊട്ടാനായതുകൊണ്ടാണ് ഞാൻ മറ്റേ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തത്. ഇവിടെ ഫുഡ് വേണമല്ലോ ഗൈസ്, ഡയമണ്ടിലെ. ഇവിടെ ഒരു വാട്ടർ ഒഴുകുന്നുണ്ട്. ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ അല്ലേ ഇവിടെ ഒരു ടോർച്ച് വെക്കണം. വല്ല മോവും എല്ലാം ഉണ്ടോ? എന്തൊക്കെയോ ഒച്ച കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇത്ര വെളിച്ചായ കൊണ്ട് ചിലപ്പോൾ ഇവിടെ മോബ്സ് പോസ്റ്റ്പോൺ ആവാൻ സാധ്യതയില്ല. ഇവിടെ അടുത്തടുത്ത് ലാവയില്ലേ, നമുക്ക് വീട്ടോട്ട് പോകാം. എവിടെയായിരുന്നു ഡയമണ്ട്? എവിടെയായിരുന്നു ആ ഡയമണ്ട്? അതാ ഡയമണ്ട് അല്ലേ, വേറെ എന്തെങ്കിലുമാണ് ഞാൻ കണ്ടത്. അതാ കണ്ടു ഡയമണ്ട് കണ്ടു. ഫസ്റ്റ് ഡയമണ്ട് മൈനിങ് അല്ല, ഫസ്റ്റ് ഡയമണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതാ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് നേരെ മീത്തോട്ട് പോകാം ഗൈസ്. ഇവിടുന്ന് പെട്ടെന്ന് എങ്ങനെയെങ്കിലും മീത്തോട്ട് പോകാൻ നോക്കാം ഗൈസ്. എന്നിട്ട് കാണാം, ഞാൻ മീറ്റ് എത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഞാൻ മീറ്റ് എത്തിയിട്ടുണ്ട്. ലാവ ബക്കറ്റ് എടുത്ത് എന്തിനു വെച്ചാൽ ഈ അയൺ ഗോളം എങ്ങനെ പുറത്ത് വന്ന് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിലോട്ട് ഇടാം. ഓക്കെ, അതിൻ്റെ ഉള്ളിലോട്ട് കയറി അതിൻ്റെ ഉള്ളിലോട്ട് കയറാ. ഓ വെറുതെ അവിടെ ഒരു സോംബി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പുറത്ത് വന്നത്. ഞാൻ ലാവ ബക്കറ്റ് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് 4 ചെസ്റ്റ് ആക്കണം. പിന്നെ എന്താണ്, ഹോപ്പർ ഉണ്ടാക്കണം 4 എണ്ണം. ലാവ ബക്കറ്റ് എന്തിനാണെന്ന് എടുത്തത് ഗൈസ്, അത് പറയാൻ വിട്ടുപോകുന്നു. ലാവ ബക്കറ്റ് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു കൊബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം. അതിന് കുറച്ച് അയൺ കാര്യങ്ങളൊക്കെ വേണം. അയണിൽ ഞാൻ ഇന്നലെ AFK നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അയൺ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട സംഭവങ്ങളൊക്കെ ഞാനൊന്ന് കളക്ട് ചെയ്ത് ഫിക്സ് ആക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതേപോലെ ഇങ്ങനെ ചെസ്റ്റ് നിരത്തി വെക്കാം ഗൈസ്. ഓക്കെ, ഇതേപോലെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ട ട്യൂട്ടോറിയൽ ഇങ്ങനെയാണ്, ഞാൻ മറന്നുപോയി ട്യൂട്ടോറിയൽ കണ്ടത്. ഇനി 4 ഹോപ്പർ ഗൈസ്. കുറച്ച് ഹോപ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചല്ല, 4 ഹോപ്പർ കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് ഈ ചെസ്റ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ലാവ ബക്കറ്റ് ഞാൻ നേരത്തെ കളക്ട് ചെയ്തു, അത് നിങ്ങൾ കണ്ടതായിരുന്നു. ഇനി മറ്റേ നമുക്ക് ഇത് കൊണ്ടുവെക്കാം, ഹോപ്പർ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവെക്കാം. അതിലേ വഴിയായി നമുക്ക് എന്തോ എടുക്കാൻ മറന്ന പോലെയല്ലോ. കുറച്ച് ബ്ലോക്ക്സ് എടുക്കാം. കൊബിൾ സ്റ്റോണിലുണ്ട് ഈ ബ്ലോക്ക്. കൊബിൾ സ്റ്റോണാണ് നമുക്ക് വേണ്ടത്. ഒരു സ്റ്റാക്ക് കൊബിൾ സ്റ്റോണും കുറച്ച് സ്റ്റെയർ കേസും എടുക്കാം. അങ്ങനെ ഗൈസ് കുറച്ച് സ്റ്റെയർ കേസ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൊബിൾ സ്റ്റോണാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണോ എന്തോ ഞാൻ മറ്റേ ട്യൂട്ടോറിയൽ കണ്ട് മറന്നുപോയി ഗൈസ്. ഇതിലൊരു സാധനം ആക്കുന്നത് ഞാൻ ആക്കിയത് എന്താണ്, ലാസ്റ്റാണ് ഗൈസ് ആക്കുന്നത്. മറ്റേ റെയിലും പിന്നെ ഹോപ്പർ വിത്ത് മറ്റേ മൈൻ കാട്ടുമാണ് ഗൈസ്. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആക്കുന്നുണ്ട് ഗൈസ്. ഇത് കെട്ടിക്കഴിഞ്ഞിട്ടായിരുന്നു ഞാനൊക്കെ ഓർമ്മ വന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഇതുപോലെ തന്നെയാണ് ഗൈസ്
ഞാനിത് കെട്ടിയത്. ട്യൂട്ടോറിയൽ നോക്കി കെട്ടിയതാണ്. പക്ഷെ ഞാൻ മറന്നുപോയി. എന്നാലും എൻ്റെ രീതിയിൽ ഒരു പ്ലാൻ രീതിയിൽ ഞാൻ ഇങ്ങനെ കെട്ടുന്നുള്ളൂ ഗൈസ്. ഓക്കെ. ഗൈസ്, ഞാൻ കെട്ടിയത് കുറച്ച് വലുതായോ എന്നൊരു സംശയം. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ഞാൻ ഹോപ്പർ വിത്ത് മൈൻ കാർട്ട് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹോപ്പർ വിത്ത് മൈൻ കാർട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. ഹോപ്പർ വിത്ത് മൈൻ കാർട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റെയിലും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ റെയിലായി ആ മറ്റേ ഹോപ്പറിൻ്റെ പൊക്കത്ത് വെക്കണം ഗൈസ്. ഇത് വച്ചാൽ എന്താണ് ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ കോബിൾ സ്റ്റോൺ ഇതാക്കുമ്പോൾ പെട്ടെന്ന് പിക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. സത്യത്തിൽ ഇതിങ്ങനെല്ലാം തോന്നുന്നത് ഇതാക്കേണ്ടത്. എനിക്കറിയില്ല കൃത്യമായിട്ട്. ഞാൻ എൻ്റെ രീതിയിൽ ഒരു പ്ലാൻ ട്യൂട്ടോറിയൽ നോക്കി. പക്ഷേ ട്യൂട്ടോറിയൽ ഞാൻ ഈ ഹോപ്പർ വിത്ത് മൈൻ കാർട്ട് വെക്കുന്ന കണ്ടില്ല. ഞാൻ കണ്ട വേറൊരു ട്യൂട്ടോറിയലാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ കെട്ടുന്നുള്ളൂ ഈ ഹോപ്പർ വിത്ത്. ഞാൻ കെട്ടിയത് കുറച്ച് വലുതായി എന്ന് തോന്നുന്നു ഗൈസ്. ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൽ കാണിച്ചത്. ഇതേപോലെ ആണെങ്കിൽ അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. എന്നാലും എൻ്റെ ഒരു പ്ലാൻ രീതിയിൽ ഞാനിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ വന്ന് മൈൻ ചെയ്താൽ മതി ഗൈസ്. ഓക്കെ, ഇത്രേ പരിപാടിയുള്ളൊരു ഇതുണ്ടാക്കാൻ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ റെയിൽ പൊട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. ആ റെയിൽ പൊട്ടിയിട്ടുണ്ടാവും. ഹോപ്പർ മാത്രം അവിടെ വന്നിട്ടുണ്ടാവും. കുറച്ചുകൂടി മൈൻ ചെയ്യട്ടെ ഗൈസ്. പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടിയിലത്തെ റെയിൽ പൊട്ടി ഈ ചെസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് സ്റ്റെയർ കേഴ്സ് വെക്കാം. ഓക്കെ, ഇതെന്തിനു വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ചെസ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആ റെയിലിൽ വന്നിട്ടില്ലേ, അത് മറ്റേ വെള്ളം ഇതായപ്പോൾ ഇത് പൊട്ടിയതാണ്, റെയിൽ പൊട്ടിയതാണ്. കണ്ടോ, ഓരോരോ സ്റ്റാക്ക് വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ഗൈസ്, നമ്മളൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.